സ്വർഗവും നരകവും ഉണ്ടോ? ഇന്നും നിഗൂഢതയിൽ തുടരുന്ന ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രലോകത്തിന് പോലും കഴിഞ്ഞിട്ടില്ല. മരണശേഷം ശരീരം വിട്ട ആത്മാവ് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകുന്നത്? അല്ലെങ്കിൽ നമ്മളോടൊപ്പം നമുക്കിടയിൽ തന്നെ കാണുമോ? അതോ അവരെ അടക്കം ചെയ്ത കല്ലറയിൽ തന്നെ ഇപ്പോഴും ഉണ്ടാകുമോ? ഒരുങ്ങിക്കെട്ടി എവിടെ പോയായിരുന്നു? അത് പിന്നെ പണ്ടൊക്കെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ പേടിപ്പിക്കത്തില്ലായിരുന്ന, അതുപോലെ ഒന്ന് പേടിപ്പിക്കാൻ പോയതാ. എന്റെ ജോർജേട്ടാ, അവരെന്നെ പീഡിപ്പിക്കാതെ വിട്ടത് ഭാഗ്യം. എന്നിട്ട് അതിനകത്ത് ഒരുത്ത എന്നോട് പറയുവാന്നേ, അവൻ എന്നോട് ക്രഷ് ആണെന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്കൊരു ബെസ്റ്റി ഉണ്ടെന്ന്. നന്നായി, ഇല്ലെങ്കിൽ നിന്നെ കൊന്നേനെ. എടി യക്ഷിപ്പൊന്നെ, ഈ പാട്ടൊക്കെ ഇട്ടാണ് എടി പേടിപ്പിക്കാൻ നടക്കണേ. 10-25 വർഷമായി ഈ പാട്ട് ഇറങ്ങിയിട്ട്. എടി ഒന്ന് മാറ്റിപ്പിടിക്ക്, ഒന്ന് അപ്ഡേറ്റ് ആവ്. ലോക സിനിമയിലെ ഒരു റീമിക്സ് സോങ് ഇറങ്ങിയിട്ടുണ്ട്, അത് വെച്ച് കീച്ച്. പിന്നെ ഇവിടെ കിടന്ന് കറങ്ങാതെ പെണ്ണുങ്ങളുടെ കല്ലറയിലോട്ട് വിട്ടോ. അവന്മാര് കണ്ടാ പിന്നെ അത് മതി. എന്തായാലും ഇതൊക്കെ വാരി ചുറ്റി ഇറങ്ങി. ഞാനേ ഈ റീമിക്സ് ഇട്ട് ഒരു കറക്കം കൂടെ കറങ്ങിട്ട് പൊക്കോളാം. ചേടാ, ഇവന്മാർ ഇതുവരെ എഴുന്നേറ്റില്ലേ? അതെങ്ങനെ പകല് മുഴുവൻ ഫോൺ നോക്കിയിരിക്കും, എന്നിട്ട് രാത്രി കിടന്നുറങ്ങും. എടാ എഴുന്നേക്കടാ, എടാ എഴുന്നേക്കാൻ. ആര് കേൾക്കാൻ? കോളിംഗ് ബെൽ അടിച്ചു നോക്കാം. ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തിൽ തുള്ളി, ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നോശാല. കണ്ണടച്ച് ഓർക്കണ കടിമു പാതിരാത്രിയായ. എന്തിനാണ് വെറുതെ വിളിച്ച് കൂവണത്? പകലൊരു പോളെ കണ്ണടച്ചിട്ടില്ല. നോക്കിയടാ, ആരടവൻ? ഇവനൊരു പേടിയില്ലേ? അത് റീത്ത. റീത്ത പെണ്ണല്ലേ? എടാ, അത് റീത്ത് ജോയ്. കവലയിൽ റീത്ത് വെച്ചോളം നടത്തുന്നതാണ്. അവൻ അവിടെ റീത്ത് വെക്കുന്നു, അവിടുന്ന് ആളുകൾ വാങ്ങിച്ചോണ്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. രാത്രിയാകുമ്പോ അവൻ തന്നെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയി വീണ്ടും വെക്കുന്നു. ഇതാണ് ഇവന്റെ സ്ഥിരം പരിപാടി. ചേടാ, ഉഗ്രം ബിസിനസ് ആണല്ലോ. എടാ, നമുക്ക് ട്രൈ ചെയ്താലോ? അതിന് നമ്മള് മരിച്ചുപോയില്ലേ? ഓ, അത് ശരിയാണല്ലേ. ചേടാ, 5 എണ്ണം കൊടുത്തു വിട്ടല്ലേ? ഇതിപ്പോ 2 എണ്ണമുള്ളല്ല, ബാക്കി 3 എണ്ണം അവിടെ പോയി. 2 എണ്ണം കിട്ടിയതായി. 2 എണ്ണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരെണ്ണത്തിന്റെ കാര്യം ഓർമ്മ വന്നത്. നീ ഇവിടെ ഇരിക്കും, എടക്ക് ഓരോന്ന് കീറാല. എടാ നോക്കിക്കേ, പുള്ളി വെള്ളം ഓടിക്കാനുള്ള പരിപാടിയാട്ടാ. അയ്യോ, കണ്ടിട്ട് കൊതിയായിട്ട് വയ്യടാ. യോഗം ഇല്ലാണ്ടായി പോയില്ലടാ. നമുക്ക് ചോരയിലൂടെ കുടിക്കാൻ പറ്റുള്ളൂ, ചാരായം കുടിക്കാൻ പറ്റില്ലല്ലോ. പുള്ളി അടിച്ചോട്ടറാ. ഇവിടെ ആകുമ്പോ ഭാര്യനെയും പേടിക്കണ്ട, കൂട്ടുകാരെയും പേടിക്കണ്ട, സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് അടിക്കാം. എല്ലാരും പറയണത് ഇവിടെ യക്ഷിയുണ്ട്, പ്രേതം ഉണ്ടെന്നൊക്കെയാണ്. എന്തിനാ പേടിക്കുന്നത്? ഇനി അഥവാ അങ്ങനെ പേടി തോന്നിയാ ദേ ഇതിങ്ങ് എടുക്ക, ഒന്ന് വായിക്കാം. എടാ, പുള്ളി ബൈബിൾ എടുത്ത് വായിക്കാനുള്ള പരിപാടിയാട്ടാ. ഓടിക്കോ. ജോർജേട്ടാ, ഓടണ്ടട്ടാ, ഇത് മറ്റേ ബുക്കാണ്. എന്റെ പേര് ഓമനക്കുട്ടൻ. ആഹാ, സ്ഥിരം പേര്. വയസ്സ് 27 ആയിരിക്കും. എനിക്ക് 27 വയസ്സായി. കറക്റ്റാണല്ലോടാ, കറക്റ്റാണ്. അച്ഛനുമില്ല, അമ്മയുമില്ല. സൗകര്യമായി. ഞാൻ MBBS വരെ പഠിച്ചു. എന്നെ വളർത്തി വലുതാക്കിയത് എൻ്റെ അമ്മാവനായിരുന്നു. പിന്നീട് അമ്മാവനും മരിച്ചു. ഇവൻ ലാഗടിപ്പിച്ച് കൊല്ലും. അമ്മാവന്റെ മരണശേഷം ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കാതെ മാറ്ററിലേക്ക് വാടാ. അപ്പോഴാണ് ഗഫൂർക്ക എന്നെ ഒരു വീട്ടിൽ ജോലിക്ക് നിർത്തിയത്. ഇനി അങ്ങോട്ടേക്ക് ട്വിസ്റ്റ് ആയിരിക്കും മോനെ. ആ വീട്ടിൽ മദാലസയായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഉണ്ടാകണമല്ലോ. ഞാൻ ആ വീട്ടിൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു. വൈകുന്നേരമായപ്പോൾ ആ ചേച്ചി എന്നോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഓമനക്കുട്ട, നീ ഇന്ന് വീട്ടിൽ പോകുന്നുണ്ടോ? ആ ചോദ്യത്തിലെല്ലാം ഉണ്ട്. ചേച്ചി കലക്കി. ഇനി അങ്ങനെ വീട്ടിൽ പോവോ? വീട്ടിലെങ്ങനെ പോയാ കൊന്നളയും പന്നി. എന്റെ മനസ്സിലൊരു ചാഞ്ചാട്ടം. പോണോ പോണ്ടയോ? പോവണ്ട. പോണോ പോണ്ടയോ? പോരുത്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു പോകുന്നില്ലെന്ന്.
അന്ന് രാത്രി ഞാൻ ഉമ്മറത്തിരുന്നപ്പോൾ ചേച്ചി കുളിക്കാനായി കുളിമുറിയിലേക്ക് പോവുകയായിരുന്നു. ആടാ സംഭവം അങ്ങോട്ടേക്കാണ് പോണത്. ഓളത്തെ ബസ്റ്റഡാ ഓമന കുട്ട. ആ സമയം എൻ്റെ മനസ്സിൽ ഒരു പിശാച് കടന്നുകൂടി. ഓ ഇപ്പോഴാടാ പിശാചിനോടൊക്കെ ഒരു ബഹുമാനം തോന്നണത്. മുത്തേ ഉമ്മ. ചേച്ചി കുളിമുറിയിലേക്ക് പോകുന്നത് കണ്ട് ഞാൻ അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റു. ഇങ്ങോട്ട് എണീക്ക് മോനെ. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. കളഞ്ഞ് എവിടാ ഇവനെ കൊണ്ടൊന്നും പറ്റൂലടാ. പെട്ടെന്ന് അതാ കുളിമുറിയിൽ നിന്നും ഒരു ശബ്ദം. ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? തൊണ്ടയിലെ വെള്ളം വറ്റിക്കാണ്ട് പറയടാ. വായിക്ക് നീ ഒരെണ്ണം അടിച്ചിട്ട് വായിക്കും. ചേടാ എന്തു മനുഷ്യനാടാ നീ. ഇത്രയും നേരം കൊണ്ടുവന്നിട്ട് മുഴുവിപ്പിക്കാതെ. ഇതാണ് ഈ മദ്യത്തിന്റെ പ്രശ്നം. ഒരു സാധനം മുഴുവിപ്പിക്കില്ല. വാടക അമ്മക്ക് പോയി കിടക്കാം വെറുതെ. വാ ഇനി വായന കണക്ക. കുളിമുറിയുടെ ഡോറിൽ എണീക്കടാ. വെറുതെ മദ്യത്തിനെ തെറ്റിദ്ധരിച്ച്. കുളിമുറിയുടെ ഡോറിൽ ആ ഡോറ് തള്ളി തുറന്ന് കേറളിയാ. ചേടാ ഇവരെന്തീ കാണിക്കുന്നേ? ആ അവൻ കിടക്കാൻ പോണേട്ടാ. ഇവനേക്ക് തല്ലിക്കൊല്ലണം. ഞാൻ നേരത്തെ ദിവസം നന്നായി, ഇല്ലെങ്കിൽ ഇവനെ കൊന്നിട്ടേ ഞാൻ ചാകുള്ളായിരുന്നു. വൃത്തികെട്ടവൻ. അവൻ ഇനി എണീക്കുന്ന എനിക്ക് തോന്നല്ല. പോട്ടളിയാ സങ്കടപ്പെടണ്ട. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാന്ന്. നിങ്ങൾ സംസാരിച്ചിരുന്നോ? എന്റെ മൂഡ് പോയി, ഞാൻ കിടക്കാൻ പോണേ. എന്നാലും അവൻ കണ്ടത് എന്തായിരിക്കും? ഒന്ന് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ ഉറക്കം വരില്ല. കിടക്കല്ലേ എടാ പിന്നെയും വായിക്കാൻ തുടങ്ങിയടാ. എടാ വാടാ, കണ്ടത് എന്താന്ന് വെച്ചാ വായിക്കടാ. മനുഷ്യനെ ക്ഷമ നശിപ്പിക്കാതെ. അയ്യോടാ, പേജ് നമ്പർ പറഞ്ഞതല്ലേ? 13. അല്ലടാ 14 13 ആയാലും 14 ആയാലും നമ്മൾ പറയുന്ന അവര് കേൾക്കാൻ പറ്റൂടാ. ഞാൻ ഓമനക്കുട്ടൻ. എനിക്ക് 27 വയസ്സായി. ഓ എടാ അത് വായിച്ചതോടെ പൊട്ടാ. എനിക്ക് അച്ഛനുമില്ല അമ്മയുമില്ല. എങ്ങനെ ഉണ്ടാവാനാണ്? ഗഫൂർക്ക് നിന്നെ കൊണ്ടുപോയി ഒരു വീട്ടിൽ പണിക്ക് നിർത്തി. അവിടത്തെ ചേച്ചി കുളിക്കാൻ പോയി. അത് കഴിഞ്ഞ എന്താന്ന് വെച്ചാ പറ. ആ ഞാനിത് നേരത്തെ വായിച്ചല്ലേ. അത് തന്നെയല്ലടാ ഞങ്ങളും പറഞ്ഞത്. ചെന്ന് കണ്ട കാഴ്ച എന്തായിരുന്നു അവിടെ നിർത്തിയത്? അതറിയാനാടാ ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നേ. അവന്റെ കണ്ണുകൾ ചുവന്നു. ചുമക്കും കേറി ചെല്ലടാ. അല്ല വേണ്ട, നാളെ വായിക്കാം. എടാ ഇത് അവൻ മുഴുവിപ്പിക്കുമെന്ന് എനിക്ക് തോന്നണല്ല. ഇവിടുന്ന് എടുത്തോണ്ട് പോകുന്ന റീത്തിന് പോലും നന്ദി കാണിക്കാതെ പന്നി. അവന്റെ ഒരു കഥ. അവന്റെ തന്തേം തള്ളേം ചത്തന്ന് ഇവനാണ് ആദ്യം ചാവേണ്ടത്. ഓമനക്കുട്ടൻ. എന്താ ഇതാരാ ഇവിടെ കൊണ്ടുവച്ചത്? നിന്റെ കുഞ്ഞമ്മ എടുത്തോളൂ പോടാ. ആ ഞാൻ തന്നെ എടുത്തു വെച്ചിരിക്കുള്ളൂ, പിന്നെ അല്ലാണ്ട് ആരെടുക്കാൻ? ഓ റീത്ത് എടുക്കാൻ മറന്നാനെ. നീ വിഷമിക്കണ്ടാട്ടാ, നമ്മള് കടയിലേക്കാ പോണത്. നാളെ നീ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ദേടാ അവനാ റീത്ത് എടുത്തോണ്ട് പോവാണല്ലോ. പോട്ടേന്ന് അവനൊക്കെ നിന്നിട്ട് എന്തിനാണ്? എടാ ഇത് നമ്മുടെ നീലയല്ലേ? പഴയ കോലൊക്കെ മാറി നല്ല സ്റ്റൈലിഷ് ആയിട്ട് എത്തിയിട്ടുണ്ട്. നോക്കിക്കോ മച്ചാനെ, ഇന്ന് ഞാൻ അവളെ വളയ്ക്കും. നീ ഒരുപാട് വളയ്ക്കും. അതിനുള്ള ചോരെ അങ്ങ് മാറ്റി വെച്ചേക്ക്. അവളെ എനിക്കുള്ളതാ. നിർത്തിക്കേ. രണ്ടുപേരോടെ പറഞ്ഞത് എങ്ങോട്ടാ പോണത്? എന്റെ പൊന്നളിയന്മാരെ, അത് നീലിയും പ്രേതമൊന്നുമല്ല. ജീവിച്ചിരുന്നപ്പോഴേ അവൾ എന്റെ കാമുകിയായിരുന്നു. മരിച്ച സമയത്തേ അവക്ക് വരാൻ പറ്റിയില്ല. ഇപ്പൊ റോസാപ്പും കൊണ്ട് എന്നെ കാണാൻ വന്നേണ്. ദേ നിങ്ങൾ അവളെ പെങ്ങളായിട്ട് കാണണം. രണ്ടുപേരും സോറി പറഞ്ഞേ. സോറി അളിയാ. കണ്ടാ അവൾ എന്നെ അന്വേഷിച്ച് നടക്കുക. എടാ നീ എവിടാടാ? ഞാൻ ഇവിടെ ഉണ്ട് മുത്തേ. നിന്നെ കാണാതെ ഞാൻ എങ്ങനെയാടാ ജീവിക്കുന്നേ? നീ പറ. എനിക്കറിയാം പൊന്നെ. നീ എന്തിനാ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നേ? മറിഞ്ഞിക്കല്ലടാ, ദേ നിക്കുന്നു നിന്റെ ആള്. എടുത്തോണ്ട് പൊക്കോ. എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുവാ. നീ ഒന്ന് വേഗം വാ. വാ തുറന്ന് അങ്ങോട്ട് പറയടാ നീ ഇവിടെ ഉണ്ടെന്ന്. ദേ തിരിഞ്ഞു നോക്ക്, നിന്റെ പിറകിൽ നിൽക്കുന്ന നിന്റെ ഏട്ടൻ. ഷേ ഇവിടെ റേഞ്ചും കിട്ടുന്നില്ലല്ലോ. ഹലോ, നീ എവിടെയാണ് എബി? നിന്റെ പേര് എബി എന്നാണോ? അല്ല സിബി. അല്ലടാ എബിന്നാ വിളിച്ചതെന്ന്. അല്ലടാ അവള് സിബി എന്നാ വിളിച്ചത്. സിബിന്നേ വിളിക്കൂ. എബി നീ എന്നെ പറ്റിക്കല്ലേ. എബി നീ എവിടാന്ന് പറ. നീ എന്റെ മുന്നിലോട്ട് വരുന്നുണ്ടോ? അതെ, ചെറുതായിട്ടൊന്ന് പാളിട്ടണ്ടാ. എന്ത്? അവൾ ഉദ്ദേശിക്കണ നിന്നല്ല, പിന്നാരെ വേറെ ആരെയോ ആണ്. എടാ സിബി, ഇതാണ് നിന്റെ കാമുകിയുടെ കാമുകൻ എബി. എബി എലീന
എബി എലീന എബി എലി. അതെ, പേരൊന്നും മാറ്റിപ്പിടിക്ക്. കാഴ്ചയല്ലേ, ഇവനാണ് എലി. വെരി നൈസ്. എന്റെ സങ്കല്പത്തിലുള്ള അതേ ആൾ. എന്താ ഔട്ട്ലുക്ക്? ഞാൻ ഔട്ടായപ്പോ അവന്റെ ഔട്ട്ലുക്ക് നോക്കി നിൽക്കുകയാണല്ലേടി. എലീന, എന്റെ FB-യിലെ പ്രൊഫൈൽ പിക്ചർ ഷാരൂഖ് ഖാന്റെ ആണ്. ബട്ട് എന്നെ നേരിട്ട് കണ്ടപ്പോ എന്ത് തോന്നി? അയ്യോ, ഒരു ചെറിയ മാറ്റം. ശരിക്കും ശരിക്കും. എടാ, എവള് സുഖിപ്പിക്കാൻ മിടുക്കിയാണ്. ഞാൻ ചാവുന്നവരെ ഇവള് എന്താ എന്നെ വിളിച്ചോണ്ടിരുന്നറിയോ? എന്താ? അരവിന്ദസ്വാമീന്ന്. എടാ ശരിയാണ്ടാ. കറക്റ്റ് അരവിന്ദ് സ്വാമിനെ പോലെ തന്നെ ഉണ്ട്. ഇടയ്ക്കൊക്കെ അവള് സത്യം പറയും. കളിയാക്കലും മനസ്സിലാകാത്ത പൊട്ടൻ. ഇതിനും ഭേദം ഈ ഷാരൂഖ് ഖാനാണ്. എലീന, ഈ ജന്മത്തിലെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? ഈ ജന്മത്തിൽ മാത്രമല്ല, അടുത്ത ജന്മത്തിലും നമ്മൾ ഒന്നിക്കും. ഈ ജന്മം കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ടല്ലേടി വരുന്നേ? ഇവിടിട്ട് നിന്നെ ഞാൻ വലിച്ചു കീറോടി ശവമേ. അത് നമ്മളല്ലടാ. എലീന, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എബിക്ക് എന്ത് വേണേലും ചോദിക്കാലോ. എലീനക്ക് ആരെങ്കിലുമായിട്ട് പ്രേമം ഉണ്ടായിരുന്നോ? ഇന്ന് വരെ ഒരു പുരുഷനെ ഞാൻ പ്രേമിച്ചിട്ടില്ല. അപ്പൊ ഞാൻ സ്ത്രീ ആയിരുന്നു. ഒരു പുരുഷൻ എന്റെ ദേഹത്ത് സ്പർശിച്ചിട്ടും ഇല്ല. ഒരു കൊതുകിനെ കൊല്ലാൻ പോലും ഒരുത്തനെ ഞാൻ അനുവദിച്ചിട്ടില്ല. എന്റെ ദൈവമേ, എന്ത് നുണയാണ് അവള് പറയണേ? ഊട്ടിയിലും കൊടൈക്കനാലും മൂന്നാറും ഒക്കെ പോയത് പിന്നെ ഭജന ഇരിക്കാനാണോ? എലീന, എന്തോരം പാർക്കും ബീച്ചും ഒക്കെ ഉണ്ട്. പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവൾക്ക് അവിടൊക്കെ പോയി മടുത്ത് കാണണ മണ്ട. അവിടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൈവസി കിട്ടൂല ബി. ഇവിടെ ആകുമ്പം ആരും വരുത്തില്ല. മാത്രമല്ല, എബിയെ കൊണ്ട് എന്റെ അപ്പാപ്പന്റെ കുഴിമാടത്തിൽ സത്യം ചെയ്യിക്കണം. സത്യം? അയ്യോ, ഇങ്ങനല്ല. ഒരു പുരുഷൻ പോലും സ്പർശിച്ചിട്ടില്ലാത്ത എന്നെ എബി കൈവിടത്തില്ലെന്ന് അപ്പൂപ്പന്റെ കല്ലറയുടെ മുമ്പിൽ വെച്ച് സത്യം ചെയ്യണം. സത്യം? ഒരിക്കലും ഞാൻ നിന്നെ കൈവിടത്തില്ല. അയ്യോ, ഇവിടെ വെച്ചല്ല. അപ്പൂപ്പന്റെ കല്ലറതോ അപ്പുറത്താ. വാ എബി, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ബേബി. പൊക്കോടാ പൊക്കോ, അവളെ കൊണ്ട് പൊക്കോ. നിന്റെ തലയെ കെട്ടിക്കുന്ന കെട്ടേ വൈകാണ്ട് താടിക്ക് കൂട്ടി കെട്ടിക്കൊണ്ട് ഇങ്ങോട്ടൊരു വിറവ് വരും. അന്ന് നമുക്ക് കാണാടാ. നീ സങ്കടപ്പെടണ്ടാ, അവളുടെ കൂടെ അവൻ പോയേക്കണ. എത്രയും പെട്ടെന്ന് അവൻ ഇങ്ങോട്ട് തന്നെ വരും. ഇവളെ പോലെ ഒരുത്തി കാരണമാണ് ഞാനിപ്പോ മരിച്ച് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്നത്. അതെന്ത് പറ്റിയടാ? ഞാൻ എന്റെ ഭാര്യനെ സംശയിച്ചതിന്റെ പേരിൽ അവള് ചെലവൊക്കെ എന്റെ തലക്കടിച്ച് കൊന്നാണ്. എടാ, സംശയിക്കണതിന്റെ പേരിൽ ആരെങ്കിലും തലക്കടിച്ചല്ലോ? എന്തൊക്കെയാടാ പറയണത്? ഒരു ദിവസം ഞാൻ പുറത്തുപോയി വന്ന് അലമാര തുറക്കാൻ ചെന്നപ്പോ അവള് പറയുക അലമാര ഇപ്പൊ തുറക്കാൻ പറ്റൂലെന്ന്. അതിൽ അവളുടെ വിലപ്പെട്ട എന്തോ വസ്തു ഉണ്ടെന്ന്. അത് ഞാൻ കാണാൻ പാടില്ലെന്ന്. എന്നാ ഒന്ന് കാണണമെന്ന് ഞാൻ. പറ്റില്ലെന്ന് അവള്. പിന്നെ തർക്കമായി, തല്ലായി. അലമാര എടുത്ത് ഞാൻ ഫ്ലാറ്റിന്റെ താഴേക്ക് ഇട്ട്. അതിനാണ് അവൾ എന്നെ തലക്ക് ചെലവൊക്കെ അടിച്ചത്. എല്ലാത്തിനും കാരണം എന്റെ സംശയമാണ്. പാവം വത്സല. എന്റെ പൊന്നോ. അല്ലടാ, നീ എങ്ങനെ മരിച്ചത്? ഇപ്പൊ ഒരുത്തി അങ്ങോട്ട് പോയില്ലേ? അവളെ കാണാൻ വേണ്ടി അവിടെ ഫ്ലാറ്റിന്റെ താഴെ പോയി നിന്നതാ. മേളിന്ന് ഒരു അലമാര വന്നെന്റെ തലയിൽ വീണ്. അതോടെ എന്റെ കാര്യം ഡിം. അയ്യോ, ഏത് ഫ്ലാറ്റാടാ? ഇവിടെ അടുത്തുള്ള സ്കൈലൈൻ ഫ്ലാറ്റ് ഇല്ലേ, അതിന്റെ താഴെ. എപ്പാ? അങ്ങനെ ചോദിച്ചാല് ഒരു 5 വർഷം മുമ്പ്, ഒരു ദീപാവലിക്ക്. 5 വർഷം മുമ്പുള്ള ദീപാവലി എന്ന് പറയുമ്പോ എടാ സോറി ഏട്ടാ. എന്തിന്? എടാ നീ എന്നോട് ക്ഷമിക്കണം. കാര്യം പറയണ. എടാ നിന്റെ തലയിൽ വീണ അലമാരില്ലേ, അതാ 10ാം നിലയുടെ മേളിൽ നിന്ന് തള്ളിയിട്ട് ഞാനാടാ. എടാ മഹാഭാവി, അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൊന്ന് നീയാണല്ലേ? ഞങ്ങള് രണ്ടുപേരെ? ഞാൻ ഇവരെ മാത്രമേ കൊന്നിട്ടുള്ളൂ. അതും എനിക്കൊരു അബദ്ധം പറ്റിയല്ലേ. എടാ നീ അന്നേ 10ാം നിലയുടെ മേളിൽ നിന്ന് ഒരു അലമാര തള്ളി താഴേക്കിട്ടാ. ആ അലമാരക്കകത്ത് ഞാനുണ്ടായിരുന്നടാ. എടാ കള്ളക്കാമുക, അപ്പൊ നീയായിരുന്നല്ലേ ആ വിലപ്പെട്ട വസ്തു. എടി വത്സലേ, വഞ്ചകി. വിട്ട് കളയടാ. കഴിയാറുള്ളതൊക്കെ കഴിഞ്ഞ് ഇനിയുള്ള കാലം പഴയതുപോലെ അങ്ങ് പോവാന്നേ. എൻ്റെ പേര് ഓമനക്കുട്ടൻ. എനിക്ക് 27 വയസ്സായി. നമുക്കിതൊക്കെ ഉള്ളടാ. മോൻ വായിക്ക്.